മറ്റേ ഏതോ ഒരു കോമഡി പറയും പോലെ നൊക്ലാച്ചിയ. ഇനിയിപ്പം എനിക്ക് പറയാൻ അറിയില്ല എന്ന് പറയണ്ട കേട്ടോ. നൊസ്റ്റാൾജിയ, നൊസ്റ്റു അടിക്കാൻ. മോനിപ്പം പിടിയെ പറഞ്ഞേ മോനെ തേമുട്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം എന്നെ പെട്ടെന്ന് ശിക്ഷിക്കുന്നത് കാറ് ചോദിക്കുക. എന്താണെന്നറിയാം, ഞാനൊരു അമ്മായിക്ക് പല്ലില്ല അമ്മന്ന് കളിയാക്കിയും. എനിക്ക് പല്ലില്ല ഗായ്സ്. കാഴ്ചയിൽ ഒറ്റൊന്നിനും കുഴപ്പമില്ല കേട്ടോ. മിച്ചർ തിന്നതാ, പല്ല് പൊട്ടിപ്പോയി. അത് നന്നാക്കാൻ പോകാൻ ഇതുവരെ നേരം കിട്ടിയില്ല. വേറൊരു ദിവസം കേൾക്കണോ? അതിൻ്റെ വീട് പണി ഇപ്പോൾ കഴിഞ്ഞല്ലോ. ഓൾമോസ്റ്റ് പകുതി മുക്കാ ഭാഗത്തിൻ്റെയും പ്രൊമോഷൻ വീഡിയോ ഉണ്ട് ചെയ്ത് കൊടുക്കാൻ. എല്ലാം നല്ല ഡിസ്കൗണ്ട് കിട്ടി കേട്ടോ. പറഞ്ഞു ഓർമ്മ വെച്ചാൽ പല്ല് പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്താൽ പല്ല് പോലും ശരിയാക്കി തരും. പക്ഷെ പോകാൻ നേരം കിട്ടാഞ്ഞിട്ടാ. സത്യം പറയാം, ഇതിന് മുമ്പാവും ഞാൻ എൻ്റെ മോനും എൻ്റെ പല്ല് കാണിക്കാൻ പോയിട്ടുണ്ടായി. മോന് ക്ലിപ്പ് ഇടണമെന്ന് ഞാൻ വാശി, ഡോക്ടർ കിട്ടണ്ടായിരുന്നു. അപ്പം അതപ്പോൾ അവർ പറഞ്ഞു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് തന്നാൽ മതി, എൻ്റെ പല്ലിന് ക്ലിപ്പ് ഇടണേ അവർ ക്ലിപ്പ് ഇട്ട് തരാം, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെങ്കിൽ അവർ ഫില്ല് ചെയ്ത് തരാം, എന്ത് ഫെസിലിറ്റീസ് വേണമെങ്കിലും അവർ ചെയ്തു തരാം, പ്രൊമോഷൻ വീഡിയോ കൊടുത്താൽ മതി എന്നാണ്. എൻ്റെ വീട്ടിൽ ജനാല നല്ല ടൈലിന് എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം കേട്ടോ. അപ്പം അത് പിന്നെ ഫർണിച്ചർ അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധം സാധനങ്ങൾക്കൊക്കെ ഇനി പോയി പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കണം. ടൈലൊക്കെ വളരെ റേറ്റ് കുറവില്ല എനിക്ക് കിട്ടി. കാരണം പൂനൂരാണ്. എടാ തണുത്ത വെള്ളം എടുത്തല്ലേ മമ്മിക്കും താടാ, ഗ്ലാസ്സിൽ വെച്ചതാടാ. പൂനൂര് ഒരു മുസ്ലിംസിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ എടുത്തത്. എങ്കിൽ പോലും അവർക്ക് അങ്ങനത്തെ തീവ്ര ചിന്താഗതി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ബിസിനസ്സാണ്. ബിസിനസ്സാണെന്ന് നോക്കരുത്, അവരുടെ മനസ്സാണ് കാണേണ്ടത്. ബിസിനസ്സാണെങ്കിൽ അവർക്ക് വേറെ എന്തോരം യൂട്യൂബർമാരുണ്ട്, എന്തോരം ആൾക്കാരുണ്ട്. എനിക്ക് ആകെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സായിരുന്നു. ആ വെച്ചിട്ട് ആക്കുന്ന ആൾക്കാരാണ്. കൈയില്ലടാ, കൈ വീട്ടിലെ ബാക്കിൽ വീണ് കൈ പൊട്ടിയതാ. നമ്മ ഡോക്ടറെ കാണിച്ചിരുന്നു. ഡോക്ടർ നടന്നില്ലെങ്കിലും ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് നിനക്ക്. വാക്കിംഗ് ഇൻ ദ മൂൺ ലൈഫ്. പടക്കെന്തിനാണ് എന്നോട് ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ? പോകുന്ന കണ്ടില്ല, അപ്പോൾ കാണില്ല, പോയി. ഞാനിവിടുന്ന് ഓർഡർ ഇടും, അപ്പം എനിക്ക് ചായ എടുക്കും. അങ്ങനെയാണ് അവസ്ഥ. വാക്കിംഗ് ഇൻ ദ മൂൺ ലൈഫ് മറ്റേ പാടുന്നുണ്ട് രക്ഷോൻ. പണ്ട് ഏതായാലും വീഡിയോ എടുത്ത് ഒരു കഥ പറഞ്ഞുതരാം. ഇതിന് 10 പൈസയും തേമുട്ടായിക്ക്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ബാപ്പ ഒരു ഡ്രൈവറാണേ. ആശാന് ഒരു ദിവസം പണിയുണ്ടേ, 2 ദിവസം പണിയില്ലായി. എൻ്റെ കുട്ടിക്കാലത്ത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ബാപ്പാക്ക് ജോലി കുറവായതുകൊണ്ട് വലിയപ്പ ലോറി എടുത്ത് കൊടുത്തതാണ്. വലിയപ്പ അത്രമേൽ റിച്ച് മാൻ, ഗ്രാൻഡ് പട്ട അല്ല ഗ്രാൻഡ് മമ്മയുടെ പപ്പ. അപ്പം നമുക്ക് മുട്ടായി വാങ്ങാനൊന്നും പൈസ കിട്ടൂലായി. ഞാനൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ബാപ്പ എൻ്റെ ഗുരു ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ. പക്ഷെ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എൻ്റെ ബാപ്പ എൻ്റെ ഗുരു. എൻ്റെ ബാപ്പ ഒരൊറ്റ മകനാണ്, ഒരൊറ്റ മകനും ഒരു മകളുമാണുള്ളത്. ഒരു കോടീശ്വരൻ്റെ പുത്രിയായിരുന്നു എൻ്റെ
ഗ്രാൻഡ്മ. ഉമ്മാൻ്റെ വാപ്പാനെ പറ്റി ഒന്നുമില്ല കേട്ടോ പറഞ്ഞത്, എൻ്റെ വാപ്പാടെ വാപ്പാനെ പറ്റി. അപ്പം ഒരു കോടീശ്വരൻ്റെ ഒരേ ഒരു മകളായിരുന്നു എൻ്റെ വല്യമ്മ, വാപ്പയുടെ അമ്മ. അപ്പം ഒരു ആങ്ങളെയാള് ഉമ്മാമക്ക്, ഞാൻ മൂത്തമ്മ എന്നാട്ടോ വിളിക്കാം. അപ്പോൾ ഏക്കറക്കണക്കിന് സ്ഥലമാണ് എൻ്റെ വാപ്പയുടെ ഉമ്മാക്ക് വാപ്പയുടെ വാപ്പ അമ്മയുടെ വാപ്പ കൊടുത്തത്. എന്ന് വെച്ചാൽ വല്യമ്മയുടെ വാപ്പ കൊടുത്തത് ഏക്കറക്കണക്കിന് സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ഞാൻ എപ്പോഴെങ്കിലും ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നല്ല സ്ഥലം ആൺകുട്ടികൾക്കും മോശപ്പെട്ട സ്ഥലം പെൺകുട്ടികൾക്ക് കൊടുക്കുക. അങ്ങനെയാണ് വരിക. 3-1 പെൺകുട്ടിക്ക് വരുള്ളൂ. അങ്ങനെ എന്തോ ആണ് മത ആചാരപ്രകാരം, അങ്ങനത്തെ എന്തോ ഒരു ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ പക്ഷേ എൻ്റെ ഗ്രാൻഡ് പപ്പ ചെയ്തത് എന്താ വെച്ചാൽ ഉമ്മാമക്ക് നല്ല സ്ഥലം കൊടുത്ത് അമ്മോന് സ്ഥലം മോശം എന്ന് പറയാൻ പറ്റില്ല, കുന്നിൻ്റെ മുകളിൽ കൊടുത്തു. വല്യമ്മൻ്റെ ആങ്ങളക്ക് 7 മക്കളോ 8 മക്കളോ കണ്ട്, 8 മക്കളല്ല 13 14 എത്ര എനിക്കറിയില്ല കേട്ടോ, എത്ര മക്കളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഉമ്മാമക്ക നല്ല സ്ഥലം കൊടുത്തത്. ഈ ഏക്കറക്കണക്കിനുള്ള സ്വത്തിന് 2 അവകാശികൾ, ഒന്ന് എൻ്റെ വാപ്പയും ഒന്ന് എൻ്റെ വാപ്പയുടെ പെങ്ങളും. അപ്പം പക്ഷേ എൻ്റെ വല്യമ്മനോട് വല്യാപ്പ ചെയ്തത് പോകണമെന്നല്ല എൻ്റെ ഉമ്മാമ വാപ്പനോടും പെങ്ങളോടും ചെയ്തത്. നല്ല സ്ഥലം എൻ്റെ വാപ്പക്ക് കൊടുത്തു, തോന സ്ഥലം എൻ്റെ വാപ്പക്ക് കൊടുത്തു, കുറച്ച് സ്ഥലം പെങ്ങൾക്ക് കൊടുത്തു. ഞങ്ങളുടെ ആചാരപ്രകാരം കറക്റ്റ് ഉള്ളത് മുന്നേ സൗണ്ട് വെക്കല്ലേ, എൻ്റെ വാപ്പയുടെ അമ്മ ചെയ്തു വെച്ചു. അപ്പം ഞങ്ങൾക്ക് കുറേ മുതലുണ്ടായിരുന്നു, ഒരുപാട് മുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വാപ്പാനെ ഗുരുവാക്കിയ കഥയാട്ടോ പറയുന്നത്. എൻ്റെ വാപ്പ 18 വയസ്സിങ്ങോട്ടായപ്പോൾ ഡ്രൈവിങ് പഠിക്കാൻ എന്താ ചെയ്തതെന്നറിയോ? 10 സെൻറ്റ് സ്ഥലം വിൽറ്റ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ സലീം കുമാർ പറഞ്ഞതിൻ്റെ അതിൽ 10 പോയി. പിന്നെ 10 സെൻറ്റ് സ്ഥലം വിറ്റത് എന്തിനാണെന്നറിയോ? ജീപ്പ് മേടിക്കാൻ. ഡ്രൈവിങ് പഠിച്ചത് കൊണ്ട് തന്നെ കാര്യമില്ല, ജീപ്പ് ഓടിക്കാല്ലേ നമുക്ക് എയിമാക്കാൻ ഒരു സംഭവം വേണ്ടേ. അതിന് 10 സെൻറ്റ് സ്ഥലം വീണ്ടും വിറ്റു. പിന്നെ 10 സെൻറ്റ് സ്ഥലം വിൽക്കുന്നത് എൻ്റെ മൂത്ത സഹോദരനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് എല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു സ്ഥലമുണ്ട് കേട്ടോ ഉള്ളത് പറയുന്നത് എന്താ. അപ്പം ഞാൻ വാപ്പാനെന്താ ഗുരുവാക്കിയെന്നറിയോ? വാപ്പ സ്ഥലം വിറ്റ് ലൈസൻസ് എടുത്ത്, സ്ഥലം വിറ്റ് ജീപ്പ് എടുത്ത്. അപ്പോൾ എനിക്ക് മുട്ടായി അങ്ങനൊന്നും പൈസ കിട്ടില്ല. എൻ്റെ വീട്ടിലില്ലായിരുന്നു. ചില്ലറ പൈസയൊക്കെ തപ്പിപ്പിടിച്ച് 50 പൈസ 25 പൈസയൊക്കെ എടുത്താലിക്കന്ന് അടി കിട്ടുകയും ഞങ്ങൾ പൈസ കൊണ്ട് കളിക്കാനും ഉമ്മയും പാപ്പയും സമ്മതിക്കില്ലായിരുന്നു. നമുക്ക് കുറേ സ്ഥലമുണ്ടല്ലോ. അപ്പം എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ അടുക്കുണ്ടല്ലോ, അടുക്ക കങ്ങിൻ്റോട്ട് പോയിട്ട് എടുക്കും. എന്നിട്ട് ഒരടുക്കക്ക് 5 പൈസയൊക്കെ കിട്ടുക. ഞങ്ങളുടെ അവിടെ മുട്ടായിപ്പീടി ഉണ്ടാവും, ചെറിയ ചെറിയ പെട്ടിപ്പീടിയ. നമ്മൾ കാർട്ടൂൺ ബോക്സ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ആണ് പുളിയച്ചാറും പുളിയിഞ്ചിയൊക്കെ തൂക്കിയിട്ട്. എന്നിട്ട് 10-20 അടുക്ക എല്ലാവരും കാണാണ്ട് ഞാൻ എടുത്തോണ്ട് പോയിട്ട് കുത്തി പൊട്ടിച്ച് പൊളിച്ചാൽ 1 പൈസ, പൊളിക്കാണ്ട് 1 പൈസ കേട്ടോ. എന്നിട്ട് കിട്ടിയിട്ട് 10 പൈസൻ്റെ തേമുട്ടായിയൊക്കെ വാങ്ങും. എന്നിട്ട് അപ്പോൾ പഴയ വഴി നിങ്ങളെ കൊള്ളുക. എന്നിട്ട് മുട്ടായി പുരേ കയറ്റിയ അടി ഉറപ്പാണല്ലോ, ചോദ്യം ചെയ്യല്ലേ, ഏടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി, എപ്പോൾ കിട്ടിയെന്നല്ലേ. അപ്പം എന്താക്കുമെന്ന് വെച്ചാൽ റോഡുമ്പോൾ തന്നെ അത് തിന്ന് തീർത്തിട്ടാണ് പുരേ പോവുക. അതേപോലെ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം ഒരു 10 വയസ്സ് കൂട്ടുക, വേണ്ട കുറച്ചും കൂടി താവട്ടെ, ഒരു 6-7 വയസ്സ് കൂട്ടുക. ആ സമയത്ത് തൊട്ട് സമ്പാദിക്കുന്ന ഒരാളാണ് ഞാൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വാപ്പൻ്റെ വല്യമ്മൻ്റെ ആങ്ങളുടെ മോന് അടക്കക്കച്ചവടമാണ്. അപ്പം പഴുത്തടുക്ക ചെത്താനുണ്ടാവും, ഉണക്കലടുക്ക പൊളിക്കാനുണ്ടാവും, അതേപോലെ പച്ചടുക്ക പൊളിക്കാനുണ്ടാവും.
1 കിലോന് ഒന്ന് 2 ഉറുപ്പ്യ അങ്ങനെ 2 1.5 അങ്ങനെ തോന്നുന്നു. എന്നിട്ട് എൻ്റെ ഉമ്മാമുണ്ടല്ലോ, ഉമ്മാമൻ്റെ കൂടെ ഞാൻ അടുക്ക വിളിക്കും. എൻ്റെ വേറെ കവറിലാട്ടോ, ഞാൻ തൂക്കിയിട്ട് പൈസ കിട്ടും. ഒന്നും സമ്പാദിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അമ്മാമ്മ എന്ന് വെച്ചാൽ വാപ്പൻ്റെ അമ്മാനെ പറ്റിയാണ് പറയുന്നത്. ഞാനോ വാപ്പ ഡിവോഴ്സ് ആവല്. അമ്മാമ്മ ഒറ്റക്ക് നോക്കിയതാണ് എൻ്റെ വാപ്പാനെയും എൻ്റെ വാപ്പാൻ്റെ പെങ്ങളെയും. എൻ്റെ അമ്മാമ്മ എങ്ങനെ നോക്കിയെന്ന് വെച്ചാൽ, അമ്മാമ്മക്ക് കുറേ വയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വയലിൽ അരി മറ്റേ നെല്ലിട്ട് അത് മുളപ്പിച്ച് മറ്റേ അരി എന്താ പറയുക, നെല്ല് അവില് കുത്തൂലേ, അങ്ങനെ കുത്തി അത് വിൽപ്പന നടത്തിയിട്ടാണ് എൻ്റെ വാപ്പാനെയും എൻ്റെ വാപ്പാൻ്റെ പെങ്ങളെയും ഉമ്മാമ നോക്കിയത്. ഭയങ്കര ഗട്ട്സുള്ളൊരു സ്ത്രീയായിരുന്നു കേട്ടോ, ഭയങ്കര ഗട്ട്സ്. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഉമ്മാമനെ പേടിയില്ലാത്തൊരു മനുഷ്യനില്ല, അത്രക്ക്. അരുൺ എപ്പോഴും പറയും എനിക്ക് ആ സ്വഭാവമാണ് കിട്ടിയെന്ന്. ഞാൻ വെട്ടൊന്ന് തുണ്ടുരണ്ടെന്നോ, എന്നോട് എന്തെങ്കിലും പോർക്ക് പറഞ്ഞാൽ എത്ര പേരെ ഞാൻ തല്ലിയിട്ടുണ്ടെന്നറിയോ. എടി അമ്മായി, നീ പീഡനക്കേസ് തപ്പിക്കൊണ്ട് കിടക്കുന്നുണ്ടല്ലോടി, നിനക്ക് അതിനെക്കാട്ടിൽ ഒരു വേഗം കിട്ടുന്നൊരു വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിൽ കയറുക, പണ്ടത്തെ ബസ്സുകാരോട് ചോദിക്കുക ജസ്നനെ അറിയായിരുന്നു എന്ന്. ജസ്ന സലീം എന്ന് പറഞ്ഞാൽ അറിയൂല, ജസ്ന മജീദ് എന്ന് പറയണം, അതായിരുന്നു നമ്മുടെ പേര്. ബസ് കയറി ഒരുത്തൻ തോണ്ടി, ഏതിന് കോട്ട് കണ്ണടിച്ചും കളിക്കാൻ. എവിടെന്നെങ്കിലും ബൈക്കും കൊണ്ട് പോകുന്ന 2 വീലറും കൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സംസാരമല്ല, എനിക്ക് സ്പോട്ടിന് പ്രതികരിക്കും ഞാൻ. അങ്ങനത്തെ ഒരു സ്വഭാവം ഇപ്പോഴും അങ്ങനെ തന്നെ. ചെരുപ്പൂരി തല്ലിക്കാളും ഞാൻ. ഈ ലസിത പാലക്കൽ എനിക്ക് ഹണി ട്രാപ്പുകാരി എന്ന് പേരിട്ടില്ലേ. എടി മൊണ്ണേ, ഒരു കാലത്ത് ജസ്നയുടെ പേരെന്താണെന്നറിയോ? അതറിഞ്ഞിട്ടുള്ളവർ ഒരിക്കലും നീ പറയുന്നത് വിശ്വസിക്കില്ലടി. ആണുങ്ങളെ കണ്ടുവിടാത്തവൾ അല്ലെ ഫെമിനിസ്റ്റ്, ഇതൊക്കെയായിരുന്നു എന്നെക്കുറിച്ച് പറയാറ്. കാരണം എന്നോട് തോന്നിയ ദിവസം പറഞ്ഞാൽ ഞാൻ സ്പോട്ടിന് തല്ലും. ഒരു 11 ഓൻ്റെ കരുത്ത് കെട്ടിയിട്ട് ഇതാക്കിയപ്പോൾ അയച്ചിട്ടിട്ടല്ല മോളെ, കെട്ടിയിട്ടിട്ടാ. അത് നിൻ്റെ തന്തക്കാണെങ്കിലും കെട്ടിയിട്ട പ്രശ്നം തന്നെയാണ്. എന്നിട്ട് അവൻ്റെ കർണം ഞാൻ പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം അമ്മായി ഏറ്റവും നല്ല കാര്യം അതാ. ബസ് കയറി ചോദിച്ചാൽ അറിയാം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ. പക്ഷെ ബസ് ഓടിക്കുന്ന ഒരു നമ്മുടെ അനു എന്ന് പറഞ്ഞ കുട്ടി ഇറങ്ങുന്നതിൻ്റെ മുമ്പാണ് ബസ് ഓടിച്ചു ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. എന്നോട് എപ്പോഴും പറയും, ഇതൊരു മുനീർക്കാന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ട്, അവനെപ്പോഴും പറയും കളിയാക്കിയവരുടെ മുമ്പ് തലയുയർത്തി ജീവിക്കണം ജെസ്സിയെ. അതാണ് എൻ്റെ കമ്പനിക്കാർ. ഫുള്ള് ആൺകുട്ടികളായിട്ട് കേട്ടോ കമ്പനി, കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയാണ്. ഞാൻ പലരും സർജറി ചെയ്ത് ആണ് പെണ്ണായി പെണ്ണാണായി, അങ്ങനത്തേക്കൊരു വിവരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പക്ഷെ ഞാൻ ആണാവേണ്ടതായിരുന്നു. സത്യം പറയാം, ഈ ആൺകുട്ടികളുടെ പ്രകൃത എന്താ പറയുക, ബൈക്ക് ഓടിക്കുക, ലോറി ഓടിക്കുക, ബസ് ഓടിക്കുക, അങ്ങനത്തെ ഒരു ചിന്താഗതി. അതേപോലെ 10 രൂപ നയിച്ച് വീട്ടിൽ കൊണ്ടു കൊടുക്കുക, പിള്ളേരുടെ ആഗ്രഹപ്രകാരം ബൈക്ക് എടുത്തിട്ട് മുമ്പിലും ബാക്കിലും അവരെ കയറ്റിയിട്ട് പോവുക. അങ്ങനെ പിടിച്ചിട്ടുള്ള ആൺകുട്ടികളുടെ എല്ലാ കളികളും എനിക്കുണ്ട്. രാത്രി യാത്ര, അങ്ങനെ എല്ലാം. എനിക്ക് മേ ബി എനിക്ക് അന്ന് ഇങ്ങനത്തെ ഒരു സംഭവം, ഒരു പെണ്ണിന് ആണാവാൻ പറ്റുമെന്ന് അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ ജസ്ന സലീമായിട്ട് അറിയപ്പെടുകയില്ലായിരുന്നു. സത്യം പറയാം, എനിക്കൊരു ആൺകുട്ടിയായിട്ടായിരുന്നു ജീവിക്കാൻ ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ കാലത്ത് വിവാഹത്തിന് മുമ്പ് ഞാൻ ജീൻസ് പാൻറ് ഇടുമായിരുന്നു. അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര വിവാദമായിരുന്നു. 17 കൊല്ലങ്ങൾക്ക് മുമ്പ്, 16-17 കൊല്ലങ്ങൾക്ക് മുമ്പേ. അപ്പോൾ എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എന്നെ അങ്ങനെയാണ് വളർത്തിയത്, ആൺകുട്ടിയായിട്ട്. ഇന്ന് എൻ്റെ ഉമ്മാനോട് വേണ്ട,
ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ മൂത്ത സിസ്റ്റർ അവളോടെപ്പോഴും ആരെങ്കിലും ചോദിക്കും ജെസ്സിന് എന്തെങ്കിലും സഹായിക്കാറുണ്ടോ, കാരണം ജെസ്സിക്കാണല്ലേ ജോലി ഉള്ളത്. അവൾ പറയുന്നൊരു വാക്കുണ്ട്, ഒരാങ്ങളെ ഇല്ല എന്നുള്ള വിഷമം ഇന്ന് വരെ ഞങ്ങൾ അവളെ അറിയിച്ചിട്ടില്ല എന്ന്. അതാണ് ഞാൻ. എൻ്റെ ഉമ്മാനോട് പോയി ചോദിക്കേ എങ്ങനെയാണ് ഞാനെന്ന്. ഉമ്മ പറയും ആൺകുട്ടിയായിട്ടും പെൺകുട്ടിയായിട്ടും ഇവള് മതി. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മ പ്രവചനം നടത്തിയിരുന്നു ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വയറ്റിലായ സമയത്ത് അതൊരാൺകുട്ടിയാണ്. അന്ന് തൊട്ടിട്ട് ആൺകുട്ടികളുടെ പ്രകൃതമായിരുന്നു. നിങ്ങൾക്ക് കേൾക്കണോ, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള സാധനമായിരുന്നു അത് ഈ കിടക്കുന്നത്. പിള്ളേച്ച ചന്തി എന്ന് പറയാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിള്ളേച്ച വിഷമതവല്ല് പറയുന്നത് പോകണം. ചന്തിൻ്റെയും താഴെ മുടി ഉണ്ടായിട്ട് എനിക്കതൊന്ന് വെട്ടി ബോയ് കട്ടാക്കാൻ വേണ്ടിയിട്ട് എത്രമേൽ കരഞ്ഞു എന്നറിയാം ഞാൻ. ഇന്ന് വരെ ആക്കി തന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട് കഴുത്തിൽ വെച്ച് വെട്ടാൻ. ആരും സമ്മതിക്കുന്നില്ല. എനിക്ക് ഒരുപാട് കമ്പനി ബേസിലുള്ള ഒരാളും സമ്മതിക്കും. എനിക്ക് പാർലറിൽ പോകുമ്പോൾ ഞാൻ ആരെങ്കിലും വിളിക്കും, എനിക്കൊരു കമ്പനിക്കാരനുണ്ട്, അവനോട് പറയും എടാ എനിക്കൊന്ന് മുടി ഹെയർ കട്ട് ചെയ്യണടാ, ഒന്ന് വരുമോ, വരില്ല എന്നറിയും. എനിക്കൊരു ബ്യൂട്ടീഷ്യൻ ഒരു കമ്പനിക്കാരനുണ്ട്. എപ്പോഴും എൻ്റെ മുടി ലെവലാക്കുക എന്ന് പറയുക, ഒരു നൂലിൻ്റെ കനത്ത് പോലും അവൻ വെട്ടൂല. ഞാൻ പറയും ഒന്നടാ വെട്ടടാ, എന്നാലല്ലേ ഇതിൻ്റെ ഇത് നീളുള്ളൂ. വെട്ടാൻ സമ്മതിക്കൂല. അതുകൊണ്ട് ആരും വെട്ടാൻ സമ്മതിക്കുന്നില്ല. എത്രമേൽ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പോയി കെട്ടാവാൻ. അപ്പോൾ പിള്ളേരൊന്നും ഇല്ലായിരുന്ന മേ ബി ഞാൻ ആണാവുമായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഏട്ടത്തിനോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എടോ ഞാൻ അഥവാ ആൺകുട്ടിയായിരുന്നു എങ്കിൽ എന്ന്. അപ്പോൾ അവൾ പറഞ്ഞെന്താണെന്നറിയാം, ഈ പഞ്ചായത്തിലൊരു പെണ്ണിന് നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ. അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ഏതായാലും ഒരുപാട് ഒരു നൊസ്റ്റാൾജിയെ വെച്ചിട്ട് ഒരുപാട് കഥകളിലേക്ക് പോയി. ഞാൻ ഈ സൈഡോട് മൂക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. പുരന്ന് ഓടിച്ച് വിട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണായി ജീവിക്കാനോ പറ്റില്ല, തനി പെണ്ണാവട്ടെ, ലക്ഷ്മി ദേവി ആവട്ടെ. ജസ്നസിലെയും അടുത്ത പ്രഖ്യാപനം ലക്ഷ്മി ദേവിയാണ് 3 മൂക്കും കുത്തി ഞാൻ കണ്ടത്. വരാൻ അങ്ങനെ കണ്ടില്ല, അതുകൊണ്ടാണ് ലക്ഷ്മി ദേവി എന്ന് പറഞ്ഞത്. ഓക്കെ, ടാറ്റാ.